ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ദ ത്രെഡ് നെസ്റ്റ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിൽഷ. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ബാക്ക് സ്റ്റിച്ചിനെ കുറിച്ചാണ് കേട്ടോ. അതിനാവശ്യം എംബ്രോയ്ഡറി ഹൂപ്പ്, ഒരു കോട്ടൺ ക്ലോത്ത്, അത് ബ്ലാക്കോ വൈറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം കേട്ടോ. ഞാനിവിടെ ബ്ലാക്ക് കോട്ടൺ ക്ലോത്താണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാനൊരു വൈറ്റ് പെൻസിൽ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇവിടെ ഞാനൊരു ലൈൻ വരച്ചു. നീഡിലും ത്രെഡും ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് ആവശ്യം 3 സ്ട്രാൻഡ്സ് ആണ്. ഇതാ കണ്ടില്ലേ, 1 2 3. ഇനി നമുക്ക് ഇതിലൊരു കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഈ കെട്ടുള്ള ഭാഗത്തിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കളയാമേ. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ ലൈനിൻ്റെ ഏറ്റവും അറ്റത്ത് നിന്ന് ഒരിക്കലും തുടങ്ങരുത്. കുറച്ച് സ്പേസ് വിട്ടിട്ട് നീഡിലും ത്രെഡും കയറ്റാം. അതിനുശേഷം ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബാക്കിലേക്ക് തന്നെ കൊണ്ടുവരാം. ബാക്കിലേക്ക് കൊണ്ടുവന്ന് ശേഷം അതേ സ്പേസിൽ തന്നെ ഫ്രണ്ടിലേക്ക് നീഡിലെടുക്കുക. വീണ്ടും അതേ മെത്തേഡ് തന്നെ തുടങ്ങാം. പണ്ട് കാലങ്ങളിൽ തയ്യൽ മെഷീൻ ഇല്ലാത്തതിന് പകരം തുടങ്ങിയതാണ് ഈ സ്റ്റിച്ച്. പിന്നെ അത് അലങ്കാരമായിട്ടുള്ള സ്റ്റിച്ചായി. വളരെ കെട്ടുറപ്പുള്ളൊരു സ്റ്റിച്ചാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പം നമുക്ക് ബാക്ക് സ്റ്റിച്ച് ഒന്ന് ചെയ്ത് തീർക്കാമേ. നമ്മളിവിടെ ഫുള്ളാക്കിയിരിക്കുകയാണ് ബാക്ക് സ്റ്റിച്ച്. നമുക്ക് അടിയിലൂടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ലൈനിൻ്റെ അടിയിലൂടെ എടുത്തു. വീണ്ടും അടിയിലൂടെ എടുത്തു. വീണ്ടും എടുക്കാം. ഇത് ഓൾറെഡി കെട്ടായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളത് ആവശ്യമില്ലല്ലോ, അങ്ങ് കട്ട് ചെയ്ത് കളയാം. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ ബാക്ക് സ്റ്റിച്ച് ആണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ.